നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവി ഇതെന്റെ ജോലി കളയരുത്. ഋതിക മാഡത്തിന് മാത്രമേ അകത്തേക്ക് അനുവാദമുള്ളൂ. നിന്നെ ഗേറ്റിന് പുറത്ത് നിർത്തണമെന്ന ഓർഡർ. മാഡത്തെ ഡ്രോപ്പ് ചെയ്യാൻ പോലും രാജു അകത്തേക്ക് കയറിയെന്ന് അറിഞ്ഞാ എനിക്ക് പ്രോബ്ലം ആവും. ഗസ്റ്റുകളൊക്കെ വരുന്ന ഫംഗ്ഷൻ അല്ലേ, അപ്പോ കുറച്ച് ഓർണമെന്റ്സ് എടുത്തേക്കാം. അല്ലെങ്കിൽ അമ്മായി അത് പറഞ്ഞ് വഴക്കുണ്ടാക്കും. ഇതിലെന്റെ വളയ നെക്ലേസ് ഒന്നും ഇല്ലല്ലോ. ദൈവമേ, ഇതെവിടെ പോയി? ഞാൻ എന്ത് ചെയ്യും? മാഡം ഇതുവരെ റെഡി ആയില്ലേ? എന്തു പറ്റി മാഡം? എന്തൊരു ടെൻഷൻ പോലെ? രാജു, അത് അലമാരയിലുണ്ടായിരുന്ന എന്റെ ആഭരണങ്ങളിൽ ചിലത് കാണാനില്ല. കാണാനില്ലെന്നോ? മാഡം എന്താ ഈ പറയുന്നത്? മാഡം നന്നായിട്ട് നോക്കിക്കേ, ആഭരണങ്ങൾക്ക് അലമാരി തന്നെ കാണും. ഇല്ല രാജു, ഞാൻ നോക്കി. എന്റെ നെക്ലേസും പിന്നെ മറ്റു ചില ഓർണമെന്റ്സും കാണാനില്ല. ദൈവമേ, ഇനി ഏതെങ്കിലും കള്ളന്മാര്? അല്ല, മോഷണമാണെങ്കിൽ കള്ളം മുഴുവൻ സ്വർണ്ണം എടുത്തോണ്ട് പോവില്ലേ? ഇതിപ്പോ അമ്മേ, 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 അമ്മേ. എന്തിനാടാ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? എന്താ മോനെ, എന്തു പറ്റി? അമ്മേ, ഋതിക മാഡത്തിന്റെ ആഭരണങ്ങളിൽ ചിലത് കാണാനില്ലെന്ന്. നീ എന്താ രാജു പറയുന്നേ? ഋതിക മോളോട് നന്നായി റൂമിലൊക്കെ നോക്കാൻ പറയും. നോക്കി അമ്മേ, അവിടെ റൂമിലെങ്ങും ഇല്ലെന്ന്. ഋതിക നിന്റെ കൂടെ വന്നതിൽ പിന്നെ റൂം ക്ലീൻ ചെയ്യാൻ ശ്രീലക്ഷ്മി പോലും അവിടെ കേറാറില്ല. ആ പെണ്ണ് ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും വെച്ചതായിരിക്കും. അത്രയും വിലപിടിപ്പുള്ള ആഭരണങ്ങള് മാഡം ഇത്ര കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യോ? ഇതാരോ മനഃപൂർവ്വം എടുത്തായിട്ടാ എനിക്ക് തോന്നുന്നത്. ഋതിക മാഡത്തെ കുഴപ്പത്തിലാക്കണമെന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ചിലരെ ഇവിടെ ഉണ്ടല്ലോ. രാജു പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണോ? ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാൻ പോവാ. ആഭരണങ്ങൾ എവിടെ പോയെന്ന് അവര് കണ്ടുപിടിക്കട്ടെ. ആ, വിളിക്ക്. ആരാ പറഞ്ഞ വേണ്ടെന്ന്? രാജു, രാജു, ഐ എം സോറി. ഫംഗ്ഷനുള്ള ആഭരണങ്ങള് ഞാൻ ബാഗിലെടുത്ത് വെച്ചിരുന്നു. ഞാനത് മറന്നുപോയി. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. കണ്ടില്ലേ ഇപ്പൊ എന്തായി? പ്രിയേ, നീ പോയി നിന്റെ പണി നോക്ക്. സാരയില്ല മോളെ, മോള് പോയി റെഡിയാവ്, സമയം വൈകുന്നു. ശരി അമ്മ. രാജു, ഒരു 5 മിനിറ്റ്, ഞാനിപ്പോ വരാം. ശരി മാഡം. ഇതെങ്ങനെ സംഭവിച്ചു? എടുത്ത ഓർണമെന്റ്സ് പ്രിയച്ചിച്ച് തിരിച്ചു വെച്ചോ? ഓർണമെന്റ്സ് രാജുവിന്റെ വീട്ടിൽ വെച്ച് നഷ്ടമായി എന്ന് പുറത്തറിഞ്ഞ അത് ചിലപ്പോ അടുത്ത പ്രശ്നമാവും. എനിക്കിപ്പോ വീട്ടിലേക്ക് പോകാനാവില്ല. ഓർണമെന്റ്സില്ലാതെ വീട്ടിലേക്ക് ചെന്ന അത് അതിലും വലിയ പ്രശ്നമാക്കി മാറ്റും. എന്ത് ചെയ്യും?
ഹലോ ചെട്ടിയാരല്ലേ? ആ അതെ. ഞാൻ ഋതിക വർമ്മയാ, പ്രതാപ വർമ്മയുടെ മകൾ. ആ മേഡം പറയൂ. എനിക്ക് അത്യാവശ്യമായിട്ട് എന്റെ ചില ഓർണമെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് വേണം. ഒറിജിനൽ ഓർണമെന്റ്സിന്റെ ഫോട്ടോ ഞാൻ അയക്കാം. ആ ശരി മേഡം. മേഡം ഫോട്ടോ അയക്കൂ. ആ താങ്ക് യു. അപ്പൊ കഥ അങ്ങനെയാണ്. ആയിക്കോട്ടെ, നീ ധൈര്യമായിട്ട് ഇരിക്കരുതേ. ഞാനിത് അറിയിക്കേണ്ടവർ ഇപ്പൊ തന്നെ അറിയിച്ചോളാം. എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ രാധമ്മേ. ശരി, സന്തോഷായിട്ട് പോയിട്ട് വാ മോളെ. വർമ്മ സാറിന്റെ പിണക്കൊക്കെ മാറി മോൾ ഇങ്ങോട്ട് തിരികെ വരുമ്പോ ഒപ്പം വർമ്മ സാറിനെ കൂട്ടി വേണം വരാൻ. ഉം? ശരി രാധമ്മേ. ശരിയമ്മേ. ദേ രാജു, ദേവി ഇതെന്റെ ജോലി കളയരുത്. ഋതിക മാഡത്തിന് മാത്രമേ അകത്തേക്ക് അനുവാദമുള്ളൂ. നിന്നെ ഗേറ്റിന് പുറത്ത് നിർത്തണമെന്ന ഓർഡർ. മാഡത്തെ ഡ്രോപ്പ് ചെയ്യാൻ പോലും രാജു അകത്തേക്ക് കയറിയെന്ന് അറിഞ്ഞാ എനിക്ക് പ്രോബ്ലം ആവും. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ക്ഷണം ഉള്ളതുകൊണ്ടാ ഞാൻ ഋതിക മാഡത്തിനൊപ്പം വന്ന. ക്ഷണോ? ആരുടെ ക്ഷണം? ദേ വിസിറ്റേഴ്സാറിന്റെ ഗസ്റ്റ് ലിസ്റ്റിൽ രാജുവിന്റെ പേരില്ല. അതെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ താൻ യാമിനി ചെറിയമ്മയോട് ചോദിച്ചു നോക്ക്. രാജുവിന്റെ അച്ഛനും ക്ഷണമുണ്ട്. ഇവിടെ ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ദീപക് സാറാ. ഒരു കാരണവശാലും ഗേറ്റിനുള്ളിലേക്ക് അനുവദിക്കാൻ പാടില്ലാത്തവരുടെ ലിസ്റ്റിൽ ആദ്യത്തെ പേര് രാജുവിന്റെ. രാജുവിന് അകത്തേക്ക് വിടുന്ന പ്രശ്നമില്ല. ഋതിക മാഡം സാരമില്ല, മാഡം അകത്തേക്ക് ചെല്ല. ചെല്ലും മാഡം. എന്താ അവിടെ? ഇവനെന്താ ഇവിടെ? അകത്തേക്ക് കയറ്റി വിടണം, ക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ബഹളമായിരുന്നു സാർ. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിന്നെ ആരാടാ ഇവിടേക്ക് ക്ഷണിച്ചത്? അല്ല, എന്ത് ധൈര്യത്തിലാ നീ ഇവിടേക്ക് വന്നത്? എന്താ പ്രതാപ, എന്താ പ്രശ്നം? ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാ ഇവിടെ ഞാൻ ഇവിടേക്ക് വരാൻ അനുവദിച്ചത്. എന്നിട്ടിപ്പോ കണ്ടില്ലേ, കൂടെ അവനും വലിഞ്ഞു കയറി വന്നിരിക്കുക. പ്രതാപ, നീ എന്നോട് ക്ഷമിക്കണം. രാജുവിനോട് ഋതുമോളോടൊപ്പം ഇവിടെ വരണമെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാ. എന്തിന്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.